ബ്രിസ്ബെയിനിലെ നോർത്ത് പൈൻ റിവറിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇങ്ങ് ടിഞ്ചിറ്റാമ്പ വെറ്റ്ലാൻഡിലാണെന്ന് കേട്ടു. അപ്പോൾ ക്യാമറയിൽ പതിയുന്നതിന് മുന്നേ എല്ലാം കണ്ണിൽ നിറച്ചിങ്ങ് പോരാമെന്നൊരു തോന്നൽ. അങ്ങനെയൊരു തോന്നലിൽ അങ്ങ് പോയി. ഇവിടെ കാറ് പാർക്ക് ചെയ്യാനും കുട്ടികൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പാർക്ക്, പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മറൈൻ അനിമൽസ്, പക്ഷികൾ, അവരുടെ ആക്ടിവിറ്റീസ്, പിന്നെ ഫിഷിങ് ചെയ്യാം, ബോട്ടിങ് ചെയ്യാം, വാക്കിംഗ്, അങ്ങനെയെല്ലാം. റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. എന്നാൽ റൈറ്റിൽ ഈസി വേ അല്ല, ലെഫ്റ്റാണ് ഈസി വേ. അതുവഴിയേ പോയാലും ഇതുവഴിയേ പോയാലും ഇങ്ങെത്താം. അല്പം കല്ലുള്ള വഴിയൊക്കെ ആണെങ്കിലും റൈറ്റ് ഭംഗിയുള്ള കാഴ്ചയാകും. പക്ഷേ ഞാൻ ലെഫ്റ്റ് എടുത്തു. അതെന്താണെന്ന് ചോദിച്ചാൽ ലെഫ്റ്റിൽ നല്ല വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. അത് ഉള്ളതുകൊണ്ട് നമ്മുടെ നടപ്പ് നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലൂടെ പോകാമെന്ന് അങ്ങനെ തോന്നി. ആദ്യം തന്നെ കാഴ്ചയിൽ ഒരാളെ പെട്ടു കേട്ടോ. വാ, ഞാൻ കാണിച്ചു തരാം. ഈ ബുഷ്ലാൻഡിൻ്റെ ഇടയിലൂടെ നടക്കുകയാണ് ആൾ. കൊള്ളാം, കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്. ആരാണെന്നല്ലേ? വാ, നമുക്ക് നോക്കാം. ഒരു കൊക്ക്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഈ കാണുന്ന ചെടികളില്ലേ, ഇതിൻ്റെ പേരാണ് ഓറിയൻ്റൽ മാൻഗ്രോവ്സ് അല്ലെങ്കിൽ ഓറഞ്ച് മാൻഗ്രോവ്സ്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് കണ്ടൽക്കാടുകൾ. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ നാം പഠിച്ച ക്ലാസ് മുറികളിലൊക്കെ നമ്മൾ ഒത്തിരി പേര് കേട്ടിട്ടില്ലേ, അത് തന്നെയാണിത്. ഇത് ഈ ഉപ്പുവെള്ളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണാം കേട്ടോ. ഇവിടെയുള്ള പക്ഷികൾക്കും മത്സ്യങ്ങൾക്കും ഒക്കെ ഒരു വാസം ഒരുക്കുന്നത്, ഒരു ഹാബിറ്റാറ്റ് ഒരുക്കുന്നത് ഈ ഓറിയൻ്റൽ മാൻഗ്രോവ്സ് അല്ലെങ്കിൽ ഈ കണ്ടൽക്കാടുകളാണ്. മണ്ണൊലിപ്പ് തടയുന്നു എന്ന് നമ്മൾ പഠിച്ച ക്ലാസ്സുകളിൽ കേട്ടിട്ടില്ലേ. യൂറോപ്യൻ ഫ്ലൈ ക്യാച്ചർ എന്നൊരു പക്ഷിയാണ് കേട്ടോ അത്. മരത്തിൻ്റെ പൊത്തിലും പിന്നെ ഈ ഓക്ക് ട്രീസിലൊക്കെ ആണ് അവ താമസിക്കുന്നത്. മാഗ്പൈസ്, ഓസ്ട്രേലിയൻ മാഗ്പൈ, അതാണ് ആ ബേർഡിൻ്റെ പേര്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുണ്ട് അതിന്. ഇതിങ്ങനെ എല്ലാ ഓപ്പൺ സ്പേസിലും പാർക്കിലും ഇവരെ ഒത്തിരി കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്നത് ഫ്ലൈ ക്യാച്ചറും ഈ മാഗ്പൈയും തമ്മിലൊരു മൗന സംഭാഷണമാണ്. ഇടവഴിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ എന്തോ ഒരു ബാല്യകാലത്തിലെ ഓർമ്മകളിലേക്ക് പോയ പോലെ, ഒരു കാട്, ഓരോ മനുഷ്യർ നിലനിൽക്കുന്ന പോലെ, ഓരോന്നിനും ഓരോ രൂപങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ ഇലകൾക്കും ഓരോ ഭംഗിയാണ്. എല്ലാം പച്ചയാണെങ്കിലും ഓരോ കളറിലുള്ള, ഓരോ നിറത്തിലുള്ള പച്ചകൾ. ഇതൊക്കെ ഓർമ്മകളിൽ നിന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരിക്കലിങ്ങനെ ഒരാൾ എഴുതി, ജാലകവാതിൽ തുറന്നു ഞാൻ നോൽക്കവേ, നിശ്ചലം നിശ്ചലം സർവ്വതും നിശ്ചലം, ഇളകിയാടുന്ന ദളമർമരങ്ങൾക്കിടയിൽ നിന്നൊരു മഴനീർത്തുള്ളി വീളനരികിൽ, തൊട്ടു ഞാൻ എന്നോർമ്മകൾ, തത്തിക്കളിച്ചൊരു ബാല്യകാലം കണ്ടു ഞാൻ അവയിലൂടെ, അപ്പൂപ്പൻ താടി കയ്യെത്തിപ്പിടിച്ചതും
ഇടവഴിയിൽ ഓടിക്കളിച്ചതും ഇനി വരില്ലൻ ഓർമ്മകളെന്നാകിലും. ഓസ്ട്രേലിയൻ പൈൻ ട്രീസ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇലകൾ കണ്ടോ, സൂചി പോലിരിക്കുന്ന പോലെയുള്ള നീണ്ട ഇലകൾ. ഇതൊരുപാടുണ്ട് കേട്ടോ ഇവിടെ, ഓസ്ട്രേലിയൻ പൈൻ ട്രീസ്. നാം കണ്ടു തീർത്ത കാഴ്ചകൾ എത്രയാ, ഇനി കാണാതിരിക്കുന്നത് എത്രയോ, ഇനി കാണാനിരിക്കുന്നത് എത്രയോ. ഈ ഭൂമിയെ വൈവിധ്യമാക്കി തീർക്കുന്നത് എന്തൊക്കെയാണ്? മനുഷ്യർ, കാടുകൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഓരോ ജീവജാലങ്ങളും, മണ്ണും മരവും വെളിച്ചവും വായുവും എല്ലാം. ഞാനിന്നലെ എൻ്റെ എമർജൻസി ഡ്യൂട്ടിക്കിടയിൽ ഒരു പേഷ്യൻറ്റിനെ കണ്ടു. 98 വയസ്സുള്ള ഒരമ്മയ്ക്ക് കൂട്ടായിരിക്കുന്ന 60 വയസ്സിലേറെയായ ഒരു മകനെ. എത്ര കരുതലോടെയാണെന്നോ ആ മകൻ ആ അമ്മയെ നോക്കുന്നത്. ഓടി നടക്കുന്ന തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അറിയാതെ അവിടെ നിൽക്കുന്നു. പല പ്രാവശ്യങ്ങളായി ഞാൻ അവരെ കണ്ടിട്ടുണ്ടെങ്കിലും എമർജൻസിയിൽ തന്നെ അവിടെ നിന്ന് ആ മകനോട് സംസാരിക്കുന്നതിനിടയിൽ അയാൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട് പല പ്രാവശ്യം അമ്മയെ നോക്കിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളെ പോലുള്ളവരാണ് ഈ ഭൂമി ഇപ്പോഴും മനോഹരമാക്കുന്നത്. ആ തിരക്കിനിടയിൽ ആ വാക്കുകൾ എന്നെ ഒന്ന് അമ്പരപ്പിച്ചു. ഞാനെന്ന സത്യത്തെ വീണ്ടും ഓർത്തെടുത്തതുപോലെ, സത്യമല്ലേ, നമ്മളല്ലേ, നമ്മളിലുള്ള നമ്മളല്ലേ ഈ ഭൂമി ഇപ്പോഴും മനോഹരമാക്കുന്നത്. ഈ കാട്ടിലെ പൂവിനെ കണ്ടോ? ഇതിൻ്റെ പേര് ബ്രസീലിയൻ നൈറ്റ് ഷെയ്ഡ് എന്നാണ് കേട്ടോ. ഈ പേരോടുകൂടെ കേൾക്കുമ്പോൾ നമ്മളറിയാതെ ഒന്ന് സ്നേഹിച്ചു പോകുമല്ലേ. പക്ഷേ പോയ്സനാണ്, മനുഷ്യനും മൃഗങ്ങൾക്കും ഒക്കെ പോയ്സനാണ്. ചിലത് അങ്ങനെയല്ലേ, കാഴ്ചയിലെ ഭംഗിയിലൊന്നും നമ്മളൊന്ന് തൊട്ടു നോക്കിയേക്കാം, അടുത്തറിയാൻ ശ്രമിച്ചേക്കാം, വിഷമെന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തെന്ന് വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഓരോന്നും എപ്പോഴും. ഈ റിവറിൻ്റെ ഒരു സൈഡിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബേഡ്സിനെ അധികം നമ്മൾ കണ്ടില്ല, എങ്കിലും പക്ഷികളുടെ സൗണ്ട് അതിമനോഹരമാണ്. അത് നമുക്ക് പക്ഷികളെ കണ്ടില്ലെങ്കിലും അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്നോ. ഈ കാറ്റടിക്കുമ്പോൾ പൈൻ ട്രീസിൻ്റെയും ഈ ബുഷിൻ്റെയും ഒക്കെ ഇലകളും ശിഖരങ്ങളും കൂട്ടി ഉണ്ടാകുന്ന സൗണ്ടും, അതിനിടയിൽ കാറ്റിൻ്റെ മൂളലും, നദികളിലൂടെ ബോട്ട് പോകുന്നതിൻ്റെ സൗണ്ടും, മാത്രമല്ല കാട്ടിലുകളിൽ എവിടുന്നോ ബുഷിൻ്റെ സൈഡിൽ നിന്നൊക്കെ എവിടുന്നൊക്കെയോ പക്ഷികളുടെ സൗണ്ടും ഒക്കെ അതിമനോഹരമാണ് ഈ കാഴ്ച. മദർ ഓഫ് മില്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സക്കലൻ ചെടി കണ്ടോ? ഇതും ഓറഞ്ച് റെഡ് യെല്ലോ ഷെയ്ഡിൽ 1 മീറ്റർ നീളമുള്ളൊരു ചെടിയാണ്. ഈ പുല്ലുകൾക്കിടയിൽ ഇതിൻ്റെ ഭംഗിയും കണ്ടോ? അടുത്ത് പോയി നോക്കിയാൽ അതും ടോക്സിന്. ആ കാണുന്നവരെ കണ്ടോ? നിങ്ങൾക്ക് ഊഹിക്കാവോ അവരാരാണെന്ന്? ഒരു സെക്കൻഡ് തരാം. കിട്ടിയോ ആരാന്ന്? അവർ കാങ്കരൂസ്. അവരങ്ങ് ദൂരെയാണേ, ധൃതി പിടിച്ച് പുല്ല് തിന്നുക അവരും. നാം ഭംഗിയില്ല എന്ന് ചിന്തിക്കുന്നത് എന്തും അതിമനോഹരമാണ്. ഈ കാട്ടിലെ ഇലകൾക്കും ചെടികൾക്കും പുല്ലിനും ഒക്കെയും വൈവിധ്യങ്ങളുണ്ട്. അതിനെയൊക്കെ അതിൻ്റേതായ ഭംഗിയുണ്ട്. കാഴ്ചകളിലല്ല, കാണുന്നവൻ്റെ കണ്ണിലാണ് ഭംഗി. നാം ഈ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ പോലും നിസ്സാരമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളില്ലേ, വസ്തുക്കളില്ലേ, ബന്ധങ്ങളില്ലേ? അവയിലെല്ലാം ഭംഗി കാണണം, വ്യത്യസ്തത കാണാൻ ശ്രമിക്കണം. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട് അത് അഷ്ടിയാക്കണം. അപ്പോൾ കഷ്ടം മാറി അതിഷ്ടമാവും, ഇഷ്ടം മാറി അത് തുഷ്ടിയാവും.
നിങ്ങൾ എന്നോടൊപ്പം ഇന്ന് ഈ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ ഈ മരങ്ങൾക്കും വള്ളികൾക്കും ഒക്കെ പഠിപ്പിച്ചു തരാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര സ്നേഹമുള്ള അയൽവാസികളും ബന്ധുക്കളുമാണ് ഇവരൊക്കെ. ഒന്ന് മറ്റൊന്നിന് ആവാസമായി, കൂട്ടായിട്ട്, തണലായിട്ട്, അങ്ങനെ അങ്ങനെ അങ്ങനെ. നാം മനുഷ്യർക്കല്ലേ എപ്പോഴും എനിക്ക് മാത്രം, എൻ്റേത് മാത്രം എന്ന് തോന്നലുള്ളൂ. പോയപ്പോൾ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായെങ്കിലും എന്നെ കണ്ടിട്ട് നീയൊക്കെ ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ചൊരൊറ്റ നിപ്പ്. എന്നാ നിന്നതല്ലേ, കണ്ടേക്കാം എന്നൊരു തോന്നൽ അങ്ങനെ വീണ്ടും നിന്നു. നിനക്കൊന്നും എന്നെ കണ്ടിട്ട് മടുത്തില്ലേ, പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയപ്പോൾ എന്നാ പോയേക്കാം, പിന്നെ കാണാം, ബൈ. അടിപൊളി. ആരാ ഇരിക്കുന്നത്? കോലത്തെ തമ്പ്രാട്ടിയോ? പെലിക്കൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലേക്കിൽ പോയപ്പോൾ ഡിസ്റ്റൻറ്റ് വ്യൂ ആയിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ? ഇപ്പോൾ തൊട്ടടുത്ത്. സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ടു. ആരെയോ എന്തിനൊക്കെയോ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഞാനും നിന്നെയും എന്തിനൊക്കെയോ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് ഒരു ഓസി കൊച്ച് എന്തൊക്കെയോ പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുഞ്ഞു ഞണ്ടുകളെയോ കക്കയോ എന്തൊക്കെയോ പിടിച്ച് പെറുക്കിയിടുന്നുണ്ട്. പിന്നെയും കണ്ടു തൊലിയെല്ലാം പൊഴിച്ച് വിൻ്ററിനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന യൂക്കാലിപ്റ്റസ് ട്രീയെ. തണുപ്പ് അധികം ഏൽപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാവണം വള്ളിച്ചെടികളും അതിനെ പുതപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കാടുകളിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ടെന്ന്. ഇതിനിടയിൽ ഒരു ബേർഡ് വാച്ചിങ് പ്ലേസ് ഉണ്ട് കേട്ടോ. ഇതേ ഇവിടെ നിന്ന് ചില മൈഗ്രേറ്ററി ബേർഡ്സിനെ നമുക്ക് കാണാം. ഇതിലൂടെ പോയി നിന്ന ചില ഫിഷുണ്ട്, അതിനെയൊക്കെ കാണാം. മാംഗ്രോവ്സ്, ബുഷ്ലാൻഡ്സ്, ചില കാടുകളൊക്കെ കാണാം. ഈ സ്പേസിൽ ഇങ്ങനെ നിന്ന് ഇവരെയൊക്കെ കാണാം കേട്ടോ. പക്ഷെ ഞാൻ ചെന്നത് ലേറ്റ് ആയതുകൊണ്ടാണോ, അവർ ഇവിടെ വരാൻ ലേറ്റ് ആയത് കൊണ്ടാണോ ഒന്നും അറിയില്ല, അങ്ങനെ ബേർഡ്സിനെയോ അധികം മത്സ്യങ്ങളെയോ ഒന്നും കണ്ടില്ല. പക്ഷെ അതിൽ കൂടെയുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. വീണ്ടും നമ്മൾ തിരികെ പോവുകയാണ് കേട്ടോ. നടത്തം തുടങ്ങിയില്ലേ, അവിടേക്കൊരു തിരിച്ച് നടപ്പ്. പക്ഷെ വന്ന വഴിയിലൂടെയല്ല, നമ്മൾ റൈറ്റ് ടേൺ എടുത്തില്ലേ, അപ്പോൾ ഒരു ലെഫ്റ്റ് ടേൺ കണ്ടില്ലേ, അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഓർമ്മകളും കാഴ്ചകളും ഒക്കെ നമ്മളോടുകൂടി ഇങ്ങനെ നടക്കാൻ തുടങ്ങും. ഉപ്പിൻ്റെ രസമുള്ള കാറ്റിനും നമ്മെ തിരിച്ചു കൊണ്ടുവരുന്നവരെ അവരിങ്ങനെ നമ്മളോടുകൂടെ സന്തോഷിപ്പിച്ചും ഓർമ്മിപ്പിച്ചും ഇങ്ങനെ കൂടെ കാണും. ഇതിനിടയ്ക്ക് മഴ ചാറി തുടങ്ങി. ചൂടുപിടിച്ച ഓർമ്മകളെയൊക്കെ നനയിപ്പിച്ചുകൊണ്ട് നല്ലൊരു മഴ. ഇവിടെ ഇങ്ങനെയാണത്രേ, ബുഷ്ലാൻഡ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മഴ കാണും. നനഞ്ഞോടിയെത്തി. കാറിലെത്തിയിട്ട് അവസാനമായിട്ട് കാഴ്ചകളെല്ലാം കണ്ണിൽ നിറച്ചു. കണ്ണടച്ചു. ഒരു ദീർഘനിശ്വാസം. ഒറ്റപ്പോക്ക് വീട്ടിലേക്ക്.